എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുകയാണ്. ആപ്ലിക്കേഷൻ്റെ തംബ്ലൈൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വീട് എടുക്കുന്നവരും അതുപോലെ തന്നെ ഓൾറെഡി പ്ലാൻ ഉള്ളവരും അത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ 3D വ്യൂ കാണാനും അതുപോലെ തന്നെ അതിലും നമുക്ക് മാറ്റം വരുത്താനൊക്കെ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കൊരു വീടിൻ്റെ പ്ലാൻ ഉണ്ടാക്കാൻ പറ്റും. അതൊരു നമുക്ക് ഏറ്റവും ഉള്ള കാര്യമാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളത്. അത് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓൾറെഡി പ്ലാൻ കയ്യിലുള്ളവരാണെങ്കിൽ ആ ഒരു പ്ലാൻ ഇതിലേക്ക് നമുക്ക് അതേ ഒരു ഷേപ്പിൽ വളരെ സിമ്പിളായിട്ട്, അതായത് നമ്മൾ പെയിൻറ്റിംഗ് ഒക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങളോ ഇൻറ്റീരിയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എവിടെയാണ് വെക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇത് ഏകദേശം 70% ഫ്രീ ആണ്. പിന്നെ നമ്മൾ കൂടുതൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ പെയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ കുറഞ്ഞ MB മാത്രമാണുള്ളൂ. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഇതുപോലൊരു രീതിയിലാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരിക. പ്രൊജക്റ്റ് ഒന്ന് മുകളിൽ എഴുതിയിട്ടുണ്ടാവും. അതിനുശേഷം ഇതിലൊരു ഡെമോ ആയിട്ട് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ടുള്ള പ്രൊജക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാം, അല്ലെങ്കിൽ ഏറ്റവും എഡിറ്റിൻ്റെ ഈ ഒരു സൈഡിലായിട്ടും പ്ലസ് ഐക്കൺ കാണാം. അത് നമ്മളിപ്പോൾ ന്യൂ പ്രൊജക്റ്റ് എന്നുള്ളത് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഡെമോ എന്നുള്ളതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഇത് ഈ ഒരു 3D അതുപോലെ തന്നെ 2D ഈ ഒരു രണ്ട് രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മളൊരു വീടിൻ്റെ പണിയോ ഇങ്ങനെ കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് ഈ ഒരു ഇതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ പ്ലാനൊക്കെ ഈ ഒരു രീതിയിലാണ് നമുക്ക് വരച്ച് തരിക. ആ ഒരു രീതി വെച്ച് നമുക്ക് ഈ ഒരു ഇതിൽ വരക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ 3D പ്രിൻ്റ്, അതായത് നമുക്ക് ആ ഒരു വീടിൻ്റെ പണി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉള്ളതെന്നുള്ളത് കാണാൻ പറ്റും. 3D പ്രിൻ്റ് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഏറ്റവും മുകളിൽ കാണുന്ന 3D എന്നുള്ളത് സെലക്ട് ചെയ്താൽ ഈ ഒരു ഡിസൈനിൽ നിങ്ങൾക്ക് കിട്ടും. അതായത് ആ ഒരു പ്ലാൻ്റെ 3D ഡിസൈനാണ് നിങ്ങളിപ്പം കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു ഇതിൻ്റെ 3D ഡിസൈനായിട്ടുള്ള. പിന്നെ നമുക്ക് ഇതിൽ ഓരോരോ കാര്യങ്ങളും മാറ്റം വരുത്താനും, അതുപോലെ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഈ ഒരു വിൻഡോ കുറച്ച് സൈഡിലേക്ക് മാറ്റി വെക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു വിൻഡോ സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്കിതിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ഏത് സ്ഥലത്തേക്കാണ് വേണ്ടതെന്നുള്ളത് മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിലുള്ള മാറ്റാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ചെയറൊക്കെ മാറ്റുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, എന്നിട്ട് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് എങ്ങനെ ഒരു റൂം കൂടെ ഇതിൽ ആഡ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. നിങ്ങൾ അതായത് ന്യൂ പ്രൊജക്റ്റ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഇത് ഓൾറെഡി ഇതിലുള്ള ഡെമോ ആണ്, അതിൻ്റെ കൂടെ ചെയ്യുന്നതാണ്. നമുക്ക് ഇതിൽ റൂം ഒന്നുകൂടെ ആഡ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ബോക്സ് റൂം എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ അതായത് 3Dയിൽ നമുക്ക് റൂം ആഡ് ചെയ്യാൻ പറ്റില്ല. അതിന് 2D എന്ന് പറയുന്ന ഈ ഒരു മോഡലിലേക്ക് മാറ്റാം. അതിനുശേഷം മുകളിൽ കാണുന്ന റൂം എന്നുള്ളത് സെലക്ട് ചെയ്താൽ ഇതുപോലെ ഒരുപാട് ഡിസൈനിൽ കിട്ടും. നമ്മൾ ബാൽക്കണിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഏറ്റവും മുകളിൽ കാണുന്ന ഫസ്റ്റിലുള്ള ഇതാണ് സെലക്ട് ചെയ്യേണ്ടത്. കാരണം ആ ഒരു ഭാഗത്തിന് നമ്മൾ ഒരു ഗിൽസോ അല്ലെങ്കിൽ വിൻഡോ ഒക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 4 രീതിയിലുള്ള, അതായത് റൂം രീതിയിലുള്ളതല്ല സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ ജസ്റ്റ് ഒന്ന് റൂം ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ റൂം ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ഇവിടെ ഒരു പുതിയൊരു റൂം ആഡ് ചെയ്ത്, ഇനിയിപ്പോൾ റൂമിന് സൈസ് കൂട്ടണമെങ്കിൽ ഈ ഒരു സൈഡിൽ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഈ ഒരു ഇവിടെ സെലക്ട് ചെയ്യുക. ഇത്രയും വലിയൊരു റൂം നമുക്ക് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു 3Dയിൽ വരുന്നതെന്നുള്ളത്.
ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സൈഡ് കണ്ടില്ല, ഇതാണ് നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്ത ഈ ഒരു റൂം. ഇനി നമ്മൾ ഇവിടെ എന്തെങ്കിലും ഫർണിച്ചറും കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇതിലേക്ക് പോവാം. അതിനുശേഷം ഇവിടെ ഇങ്ങനെ കാണാം ടേബിള്, അതുപോലെ തന്നെ ബാത്റൂം ഐറ്റംസ്, കിച്ചണ്, ഓഫീസ് ഫർണിച്ചർ എന്നൊക്കെ ഉള്ളത് കാണാം. അതുപോലെ TV, ഓഡിയോ, ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ജിമ്മും അതുപോലെ തന്നെ നമ്മൾ പ്ലാന്റൊക്കെ ആണെങ്കിൽ അതും ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ ഈ ഒരു പോളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒരു ചെയറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടേബിളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഇതിൻ്റെ പ്രീമിയം വെർഷൻ ഉപയോഗിച്ചാലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഫുള്ള് ഇതിൽ കാണിക്കുന്ന ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. കറക്റ്റായിട്ട് അവിടെ വന്ന് നിൽക്കും. നമ്മൾ ചുമരിൻ്റെ പിറകിലായി പോകും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കതുപോലെ തന്നെ മറ്റുള്ള കാര്യമെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് നമ്മൾ ഓരോ പ്ലാന്റ് കാര്യങ്ങളോട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോരോ കാര്യങ്ങളും ചെയ്യാം. നമ്മളതായ ഡിസൈനിൽ നമുക്ക് പ്ലാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെ നേരത്തെ കാണിച്ചു തന്ന റൂമിൻ്റെ ഈ ഒരു ബാൽക്കണിയൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നുള്ളത് ബോക്സ് രൂപത്തിലാണ് റൂം ഫുള്ളായിട്ട് വരുന്നത്. നമ്മൾ ഈ ഒരു ആയിട്ട് റൂം എടുക്കുകയാണെങ്കിൽ നമുക്കത് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം, എവിടെയാണ് വേണ്ടതെന്നുള്ളത്. ഇത് നമുക്ക് ഏതൊരു രീതിയിലാണ് റൂം ഡിസൈൻ ചെയ്യുന്നതെന്നുള്ളത് കാണിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ലിവിങ് റൂം ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 3D പ്രിൻറ്റിങ് കൂടെ നോക്കാം. ഇത് കണ്ടില്ല, ഒരു സൈഡ് ഇങ്ങനെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇവിടെ ഒരു അതായത് നമ്മുടെ വീടിൻ്റെ ഒക്കെ ഫ്രണ്ട് ഭാഗം ഉള്ള ഡിസൈനിൽ ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് എങ്ങനെയാണോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഒരു രൂപത്തിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പണിയില്ലാതെ ഇതെല്ലാം ഇതിൽ ഓൾറെഡി ഫിക്സ്ഡ് ചെയ്ത് വെച്ചതാണ്. നമ്മളെ മൈൻഡിൽ എങ്ങനെയാണ് ഒരു വീടിൻ്റെ കൺസെപ്റ്റ് വരുന്നതെന്നുള്ളത് നോക്കി നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. എന്തെങ്കിലും സംശയവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് മറ്റൊരു വീഡിയോ വരുന്നത് വരെ ബൈ.